ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഡെഹിസൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ പറ്റിയിട്ടാണ്. ഡ്രൈ ഇൻഡെഹിസൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ വരുന്ന കാറ്റഗറി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രൈ ഇൻഡെഹിസൻ്റ് സീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? സിംഗിൾ സീഡഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. എല്ലാവരും എന്താണ്? സിംഗിൾ സീഡഡ് ഫ്രൂട്ട്സ് ആയിരിക്കും. പിന്നെന്താണ്? അവർ ഡിഹൈസ് ചെയ്യോ ബേസ്റ്റ് ചെയ്യോ ചെയ്യില്ല. അതായത് ആ ഫ്രൂട്ട് പൊട്ടിയിട്ട് സീഡ്സ് പുറത്തേക്ക് വരത്തില്ല. സീഡ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ബേസ്റ്റ് ചെയ്യോ ഡിഹൈസ് ചെയ്യോ ചെയ്യാറില്ല. അങ്ങനത്തെ ഫ്രൂട്ട്സ് ആണ് എന്താ? ഡ്രൈ ഇൻഡെഹിസൻ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ പെരികാർപ്പ് സീഡ് ജെർമിനേഷൻ്റെ സമയത്ത് റപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സീഡ് പുറത്തേക്ക് വന്നില്ല എന്ന് വിചാരിച്ച് അതിന് എന്താണ് ജെർമിനേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സമയത്ത് ജെർമിനേഷൻ്റെ സമയത്ത് ഈ പെരികാർപ്പ് റപ്ചർ ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്. അതായത് ഇതെന്താണ്, ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ജെർമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഇനി അതിൽ വരുന്ന കാറ്റഗറീസ് നോക്കാം. ഇതിൽ 6 കാറ്റഗറീസ് ആണ് വരുന്നത്. അക്കീൻ, യൂട്രിക്കിൾ, കാരിയോപ്സിസ്, സിപ്സെല്ല, സമാര ആൻഡ് നട്ട്. ഈ 6 കാറ്റഗറീസ് ആണ് വരുന്നത് ഈ ഒരു ഡ്രൈ ഇൻഡെഹിസൻ്റ് സീഡ്സിൽ. അതിൽ ആദ്യത്തെ കാറ്റഗറി നോക്കാം, അക്കീന്. അക്കീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊക്കെ എന്താണ്? സിമ്പിൾ ഫ്രൂട്ടാണ്, ഡ്രൈ ഫ്രൂട്ടാണ്, ഇൻഡെഹിസൻ്റ് ഫ്രൂട്ടാണ്. ഇത് എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന പോയിന്റാണ് അല്ലേ? അക്കീനിലായാലും യൂട്രിക്കിളിലായാലും കാരിയോപ്സിസിലായാലും സിപ്സെല്ലയിലായാലും സമാരയിലായാലും നട്ടിലായാലും നമുക്ക് എഴുതാൻ പറ്റുന്ന 3 പോയിന്റ്സ് ആണ് എന്ത്? 3 അല്ല 4 പോയിന്റ്സ് ഉണ്ട്. 4 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്, ഡ്രൈ ആണ്. ഒന്നാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്, രണ്ടാമത്തെ പോയിന്റ് ഡ്രൈ ആണ്, മൂന്നാമത്തെ പോയിന്റ് ഇൻഡെഹിസൻ്റ് ആണ്, നാലാമത്തെ പോയിന്റ് എന്താണ്? സിംഗിൾ സീഡഡ് ആണ്. ഇതെല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഇതെന്താണ്? സ്മോൾ ആയിരിക്കും. അക്കീൻ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, മോണോകാർപ്പിലറി ഓവറി ആയിരിക്കും, സുപ്പീരിയർ ഓവറി ആയിരിക്കും. പെരികാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? മെംബ്രെയിനസും ഡ്രൈയും ആയിരിക്കും. ഡ്രൈയും മെംബ്രെയിനസും ആയിരിക്കും എന്ത്? പെരികാർപ്പ് എന്ന് പറയുന്നത്. പെരികാർപ്പിന് എന്തുണ്ടായിരിക്കില്ല? സീഡ് കോട്ട് ഉണ്ടായിരിക്കില്ല. സീഡ് കോട്ടിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ളതാണ് എന്ത്? പെരികാർപ്പ് എന്ന് പറയുന്നത്. പെരികാർപ്പും സീഡ് കോട്ടും തമ്മിൽ എന്താണ്? ഒരു കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. പെരികാർപ്പ് ഫ്രീ ഫ്രം സീഡ് കോട്ടാണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മിറാബിളിസ് ജലാപ്പ. അതായത് നമ്മുടെ 4 മണിപ്പൂവില്ലേ, 4 മണിപ്പൂവിൻ്റെ സീഡ് കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതെന്താണ്? അക്കീൻ ആണ് അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? യൂട്രിക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു ആ കോമൺ ആയിട്ടുള്ള പോയിന്റ് സിമ്പിൾ, ഡ്രൈ, ഇൻഡെഹിസൻ്റ്, സിംഗിൾ സീഡഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ബ്ലാഡർ ലൈക്ക് ആണ്. എന്താണ് ഇതിൽ വരുന്ന ഒരു എക്സ്ട്രാ പോയിന്റ്? അക്കീനിൽ നിന്ന് ഇതിൽ വരുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാഡർ ലൈക്ക് ആണ്. പിന്നെ ഇത് അമരാന്തേസിയ ഫാമിലിയിലും അതുപോലെ ചീനോപോഡിയേസിയ ഫാമിലിയിലും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ് എന്ത്? യൂട്രിക്കിൾ എന്ന് പറയുന്നത്. ഇതെന്താണ് ആക്ച്വലി? അക്കീനിൻ്റെ മോഡിഫൈഡ് ഫോം ആണ് എന്ത്? യൂട്രിക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ സ്മോൾ ആയിട്ടുള്ള സീഡ് എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സീഡ് ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ സീഡായിരിക്കും ഇതിനുണ്ടാവുക. ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? സീഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒക്യുപ്പൈസ് ഓൺലി എ പോർഷൻ ഓഫ് ഫ്രൂട്ടിൽ സീഡിന് ചെറിയൊരു സ്പേസ്. അതായത് നമ്മുടെ ചീരേൻ്റെ വിത്തൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അത്രയും ചെറുതായിരിക്കും സീഡ്. ഫ്രൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും ചെറുതായിരിക്കും. ഫ്രൂട്ടും
ചീരേന്റെ കേസിൽ ചെറുതാണ്, എന്നാൽ ആ ഫ്രൂട്ടിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും. ഫ്രൂട്ടിന്റെ ഒരു നല്ലൊരു അംശം പോലും ഉണ്ടാവാത്ത രീതിയിൽ അത്രയും സ്മോൾ ആയിരിക്കും എന്ത് അതിന്റെ സീഡ് എന്ന് പറയുന്നത്. അപ്പൊ സീഡിന് കുറച്ച് സ്ഥലം മതി ഫ്രൂട്ടിൽ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? അമരാന്തസ്, അതായത് നമ്മുടെ ചീര. ചീരയിലുള്ളത് എന്താണ്? യൂട്രിക്കിൾ ആണ്. അപ്പൊ ഇത് ഇൻഡഹിസന്റ് ആണെന്ന് നമുക്ക് അറിയാലോ. ഇപ്പൊ ചീരന്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചീരന്റെ പൂവ്, നമ്മൾ ആ ചീരന്റെ ഫ്രൂട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒരതി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ സീഡ് പുറത്തേക്ക് എടുക്കുന്നത് അല്ലേ? അല്ലാതെ ബേസ്റ്റ് ചെയ്ത് വരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണിത്? ഇൻഡഹിസന്റ് ആയിട്ടുള്ള സീഡാണ്. ഇനി അടുത്തതാണ് എന്ത്? കാരിയോപ്സിസ്. കാരിയോപ്സിസ് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ് എന്ത്? കാരിയോപ്സിസ് എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് അറിയാലോ. സിമ്പിൾ ആണ്, ഡ്രൈ ആണ്, ഇൻഡഹിസന്റ് ആണ്, സീഡ് സിംഗിൾ സീഡഡ് ആണ്. പിന്നെ മോണോകാർപ്പുലറി ആണ്, സുപ്പീരിയർ ആണ്, യൂണിലോക്കുലർ ആയിട്ടുള്ള ഓവറി ആണ്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെരികാർപ്പും സീഡ് കോട്ടും എന്താണ്? ഫ്യൂസ്ഡ് ആണ്. എന്നാൽ നമ്മുടെ അക്കീനിൽ എന്താണ്? ഫ്രീ ഫ്രം സീഡ് കോട്ടാണ്. ഇതിൽ പെരികാർപ്പും സീഡ് കോട്ടും ഫ്യൂസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഗ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ബ്രാക്സും ബ്രാക്ട്യൂൾസും ഉണ്ടാവും. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്രാക്സും ബ്രാക്ട്യൂൾസും എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഗ്രെയിനിനെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഗ്രാമിനെ ഫാമിലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ ആണ് എന്ത്? കാരിയോപ്സിസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ നമ്മുടെ വീറ്റ്, പാഡി അതിലൊക്കെ. അപ്പൊ നമ്മൾ നെല്ല് നോക്കിയാൽ മതി. നെല്ലിൽ എങ്ങനെയാണ് ഉണ്ടാവുക? സീഡ് കോട്ടും പെരികാർപ്പൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഫ്രൂട്ട് അല്ലേ വീറ്റിലും അതുപോലെ പാഡിയിലൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ ബ്രാക്റ്റും ബ്രാക്ട്യൂൾസും ഒക്കെ എന്താ ചെയ്യുന്നുണ്ട്? ആ ഗ്രെയിനെ കവർ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ഈ ഒരു കാരിയോപ്സിസ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സിപ്സെല്ല. സിപ്സെല്ല എന്ന് പറയുന്നതും നമ്മൾ കണ്ട് നല്ല പരിചയമുള്ള ഒരു ഫ്രൂട്ടാണ്. സിമ്പിൾ ആണ്, ഡ്രൈ ആണ്, ഇൻഡഹിസന്റ് ആണ്, സെയിം പല്ലവി തന്നെ. സിംഗിൾ സീഡഡ് ആണ്, യൂണിലോക്കുലാർ ആണ്. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്താണ്? ബൈകാർപ്പുലറി ആണ്, സിൻകാർപ്പസ് ആണ്. ആ ഒരു വ്യത്യാസം ഇതിൽ വരുന്നുണ്ട്. ഏതില്? സിപ്സെല്ലയിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് ഇൻഫീരിയർ ഓവറി ആണ്. ഓവറി എന്താണ്? ഇൻഫീരിയർ ആണ്. പെരികാർപ്പ് എന്ന് പറയുന്ന സീഡ് കോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് കമ്പോസിറ്റേ ഫാമിലി അല്ലെങ്കിൽ ആസ്റ്ററേസിയ ഫാമിലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? സിപ്സെല്ല എന്ന് പറയുന്ന ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ടിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഹെയേഴ്സ് ഉണ്ടാവും. അത് കാലിക്സ് ഫോം ചെയ്യുന്ന ഹെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രഡീഷണലി സ്യൂഡോകാർപ്പ് ആയിട്ടാണ് പറയാറ്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സൺഫ്ലവർ ആണ്. ഇപ്പൊ സൺഫ്ലവർ അതേപോലെ മാരിഗോൾഡ് ഒക്കെ അല്ലേ നമ്മൾ ഓണത്തിന് പൂക്കളിടുന്ന മാരിഗോൾഡ്, ചെണ്ടുമല്ലി. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണ്? ഇൻഫീരിയർ ഓവറി ആണെന്ന് ആ ഒരു ഫ്ലവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതായത് അതിന്റെ പെറ്റൽസ് ഒക്കെ എന്താണ്? ആ ഓറഞ്ച് കളറുള്ള പെറ്റൽസ് ഏറ്റവും മേലെ. അത് കഴിഞ്ഞിട്ട് ആ ഗ്രീൻ ആയിട്ടുള്ള പോർഷന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? നമ്മൾ സീഡ് അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പെറ്റൽസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ താഴെയാണ് എന്ത്? ആ പെറ്റൽസിന്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്? ഓവറി വരുന്നത്. അപ്പൊ എന്താണ്? ഓവറി ഇൻഫീരിയർ ആണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ? പിന്നെ അതുപോലെ സിപ്സെല്ലയുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവാങ്കുറുന്നിലല്ലേ, പൂവാങ്കുറുന്നിലേന്റെ ആ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ആ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാവുക? ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും താഴെ. അതായത് ഇങ്ങനെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടായിരിക്കും. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് എന്താണ്? ഒരു വൈറ്റ് കളറിൽ എന്താണ്? നമ്മൾ അപ്പൂപ്പൻ താടിയൊക്കെ പോലെ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് അതിന്റെ ഫ്രൂട്ട് ഉണ്ടാവുക. അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ? അതന്നെ, അതേപോലെ തന്നെ അപ്പൂപ്പൻ താടിന്റെ ഒരു ചെറിയ വേർഷനാണ് എന്ത്? ഈ പൂവാങ്കുറുന്നിലയിലൊക്കെ കാണുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്? ആസ്റ്ററേസിയ ഫാമിലിയിൽ വരുന്നതാണ് ഈ പൂവാങ്കുറുന്നിലൊക്കെ. ആസ്റ്ററേസിയ അല്ലെങ്കിൽ കമ്പോസിറ്റ ഫാമിലിയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്?
മറ്റേതിൽ നിന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസം എന്താണ്? ബൈകാർപ്പിലറി ആണ്, സിങ്കാർപ്പസ് ആണ്, ഇൻഫീരിയർ ഓവറി ആണ്. അതാണ് ആ ഒരു വ്യത്യാസം ഉള്ളത്. പിന്നെ കാലിക്സ് ഒരു പാപ്പസ് പോലത്തെ ഹെയർ പോലത്തെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. സ്യൂഡോകാർപ്പായിട്ട് ട്രഡീഷണലി പറയാറുണ്ട്. പിന്നെ സൺഫ്ലവർ ആണ് അതിൻ്റെ എക്സാമ്പിൾ. സൺഫ്ലവർ മാത്രമല്ല ടജീറ്റസ്, അതായത് നമ്മുടെ മാരിഗോൾഡ്, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. സിപ്സ് അല്ല ഫ്രൂട്ടിന്. ഇനി അടുത്തതാണ് എന്ത് വരുന്നത്? സമാര. സമാര എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഡ്രൈ ആണ്, ഇൻഡഹിസെന്റ് ആണ്, സിംഗിൾ സീഡഡ് ആണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ഒരു പോയിന്റുകൾ മാത്രം നോക്കി വെക്കാം. എന്താണ്? മെംബ്രെയിനസ് ആയിട്ടുള്ള ഒരു വിങ് ഉണ്ടാവും. പെരികാർപ്പിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് മെംബ്രെയിനസ് ആയിട്ടുള്ള ഒരു വിങ് ഉണ്ടായിരിക്കും. അത് സീഡിന്റെ ഡിസ്പേഴ്സലിന് സഹായിക്കാറുണ്ട്. ഇതിന് ആക്ച്വലി നമ്മൾ യൂഷ്വലി പറയുന്നത് വിങ്ങഡ് ആയിട്ടുള്ള അക്കീൻ എന്നാണ് ഈ സമാരനെ പറയാറ്. ഒരു വിങ് പോലത്തെ സ്ട്രക്ചർ, പെരികാർപ്പിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു വിങ് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാവും. ഇത് കാണുന്നത് ടെറോകാർപ്പസിലൊക്കെയാണ്. ടെറോകാർപ്പസ്, ഹോളോപ്റ്റീലിയ, അതിലൊക്കെയാണ് ഇത് ഈ ഒരു സമാര എന്ന് പറയുന്ന ഫ്രൂട്ട് കാണുന്നത്. ഇനി അടുത്തത് വരുന്നത് നട്ടാണ്. നട്ടും ഇതുപോലെ തന്നെ എന്താണ്? സിമ്പിൾ ആണ്, ഡ്രൈ ആണ്, ഇൻഡഹിസെന്റ് ആണ്, ഹാർഡ് ആണ്, സിംഗിൾ സീഡഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് ഹാർഡ് ആണ്. നട്ട്സ് പൊതുവെ അറിയാം നമ്മൾ കശുവണ്ടി, കാഷ്യൂനട്ടില്ലേ, കാഷ്യൂനട്ടിന്റെ ഫ്രൂട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈ ഒരു പോർഷൻ എന്താണ്? ഈ നട്ടിന്റെ പോർഷൻ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ? അപ്പൊ ഹാർഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. പിന്നെ സിങ്കാർപ്പസ് ഓവറിയാണ് ഇത്. സിങ്കാർപ്പസ് ഓവറി എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓവറിയാണ്. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് സീഡ് ഉണ്ടായിരിക്കും, എന്നാൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് എല്ലാ സീഡും എന്താവും? ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലതും അബോർട്ടഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പെരികാർപ്പിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഹാർഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? പെരികാർപ്പ് ലിഗ്നിഫൈഡ് ആണ്. അത് എന്താണ്? പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ്? ഒരു ക്യുപ്യൂള് സറൗണ്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഒരു ക്യുപ്യൂള് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പെരികാർപ്പ് ഉണ്ടായിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? നട്ടിന്റെ എക്സാമ്പിൾ കാഷ്യൂനട്ട്. ഓക്കെ, അത്രയാണ് ഡ്രൈ ഇൻഡഹിസെന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രൂട്ടിൻ്റെ ഈ ഒരു ലെക്ചർ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മൊത്തത്തിലുള്ള ഫ്രൂട്ടിൻ്റെ ലെക്ചർ നോട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വീഡിയോൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.